ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേര് വെഡ്ഡിംഗ് ഡേ. ഈ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു രസകരമായ ഒരു കഥയായിരിക്കുമെന്ന്. അതുമാത്രമല്ല, ഈ ഒരു കഥയിലൂടെ നമുക്ക് ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം, എങ്ങനെ പറയാം, അതുമാത്രമല്ല നമുക്ക് ഒരു ടെൻസിൽ നിന്ന് മറ്റൊരു ടെൻസിലോട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇതെല്ലാം നമുക്ക് ഈ ഒരു കഥയിലൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മിനി നാളെ അവളുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. നാളെ, ടുമോറോ, അവളുടെ കൂട്ടുകാരി, ഹെർ ഫ്രണ്ട്, കല്യാണത്തിന് പോകും. പോവുക എന്ന് വെച്ചാൽ ഗോ. ഇപ്പോൾ ഇവിടെ പോകുമെന്നായിട്ട് നമുക്ക് മനസ്സിലായി ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു പിന്നീടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഒരു പ്രത്യേകിച്ച് നാളെ എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോഴേ നമുക്ക് മനസ്സിലായി പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. മിനി നാളെ അവളുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടുമോറോ മിനി. അപ്പോൾ മിനി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം, നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക കേട്ടോ. വുഡ് എഴുതാം, പിന്നെ വിൽ, കുഡ്. അപ്പം നമ്മളിവിടെ ഏതാണ് സെലക്ട് ചെയ്ത് എഴുതാൻ പോണത്? ഓൾറെഡി പറഞ്ഞു ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? ഈ ഒരു മൂന്ന് ഓപ്ഷനിൽ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് വുഡ് പറ്റത്തില്ല, കുഡും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വില്ലാണ് കേട്ടോ. വില്ലെന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് കൂടെ നമുക്ക് വില്ല് യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, വില്ല് ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ടുമോറോ മിനി, നമ്മൾ എന്ത് എഴുതാൻ പോണേ? വിൽ. ടുമോറോ മിനി വിൽ. അപ്പോൾ പോവുക എന്ന് വെച്ചാൽ എന്താ? ഗോ. ടുമോറോ മിനി വിൽ ഗോ ടു ഹെർ ഫ്രണ്ട്സ്, അവളുടെ കൂട്ടുകാരി. അപ്പോൾ നമ്മളിവിടെ എഴുതാം ഹെർ ഫ്രണ്ട്സ് വെഡ്ഡിങ്. ടുമോറോ മിനി വിൽ ഗോ ടു ഹെർ ഫ്രണ്ട്സ് വെഡ്ഡിങ്. മിനി നാളെ അവളുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകും. ടുമോറോ മിനി വിൽ ഗോ ടു ഹെർ ഫ്രണ്ട്സ് വെഡ്ഡിങ്. അപ്പം നമ്മളിവിടെ വിൽ യൂസ് ചെയ്താണ് എഴുതി, ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മളിവിടെ വിൽ യൂസ് ചെയ്ത് എഴുതി. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം നമുക്കൊന്ന് ചൊന്നും കൂടെ പറയാം. ടുമോറോ മിനി വിൽ ഗോ ടു ഹെർ ഫ്രണ്ട്സ് വെഡ്ഡിങ്. മിനി നാളെ അവളുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകും. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മിനി അവളുടെ അമ്മാവനോടൊപ്പമാണ് കല്യാണത്തിന് പോയത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവളുടെ അമ്മാവൻ, ഹെർ അങ്കിൾ. പോവുക എന്ന് വെച്ചാൽ ഗോ. അപ്പോൾ ഇവിടെ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ഗോയെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം ഇംഗ്ലീഷിൽ. മിനി അവളുടെ അമ്മാവനോടൊപ്പമാണ് കല്യാണത്തിന് പോയത്. അപ്പം നമുക്ക് എഴുതാം മിനി. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഗോ എന്ന് വെച്ചാൽ എന്താ? പോവുക. അപ്പോൾ നമ്മൾ ഗോയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഗോയുടെ 3 ഫോംസ് ഇവിടെ പഠിക്കാം. ഗോയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ ആണ് ഗോയുടെ 3 ഫോംസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മിനി. അപ്പം ഗോ എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് പറ്റത്തില്ല, കാര്യം ഇവിടെ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സെക്കൻഡ് ഫോമായ വെൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഗോണ് യൂസ് ചെയ്യില്ല, ഗോയും യൂസ് ചെയ്യില്ല, വെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം മിനി വെൻറ്റ്. മിനി അവളുടെ അമ്മാവനോടൊപ്പമാണ് കല്യാണത്തിന് പോയത്. അപ്പോൾ നമുക്ക് എഴുതാം മിനി വെൻറ്റ് ടു ദ വെഡ്ഡിങ് വിത്ത് ഹെർ. അവളുടെ എന്നുള്ളതിനാണ് നമ്മൾ വിത്ത് ഹെർ എന്ന് എഴുതുന്നത്. വിത്ത് ഹെർ അങ്കിൾ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. മിനി വെൻറ്റ് ടു ദ വെഡ്ഡിങ് വിത്ത് ഹെർ അങ്കിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മളിവിടെ പഠിച്ചു ഗോ എന്ന് പറയാൻ പോവുക. ആ ഗോയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതിയത്. വെൻറ്റ് ആക്കി നമ്മൾ എന്നിട്ടാണ് എഴുതിയത്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മിനിയാണ് കേട്ടോ. മിനിയാണ് സബ്ജക്റ്റ്. അപ്പം ഈ ഗോയുടെ 3 ഫോംസ് നമ്മൾ പഠിച്ചു. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നതാണ് വെൻറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിട്ട് എഴുതിയേക്കാം. നമ്മൾ സബ്ജക്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം സബ്ജക്റ്റാണ് മിനി, വെൻറ്റ് എന്ന് പറഞ്ഞാൽ വെർബാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗോയുടെ 3 ഫോംസ് പഠിച്ചു. പിന്നെ നമ്മൾ ഗോയുടെ സെക്കൻഡ് ഫോമായ വെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അമ്മാവൻ ഒരു പ്രത്യേക തൊപ്പി ധരിച്ചിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവളുടെ അമ്മാവൻ, ഹെർ അങ്കിൾ, ഒരു പ്രത്യേക തൊപ്പി, എ സ്പെഷ്യൽ ഹാറ്റ്.
ഒരു എന്നുള്ളതിനാണ് എ യൂസ് ചെയ്തത് നമ്മളിവിടെ. പ്രത്യേക, സ്പെഷ്യൽ, തൊപ്പി, ഹാറ്റ്. ഒരു പ്രത്യേക തൊപ്പി, എ സ്പെഷ്യൽ ഹാറ്റ്. ധരിക്കുക, വിയർ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ധരിച്ചിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അത് മാത്രമല്ല അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഓൾറെഡി തൊപ്പി വെച്ചിട്ടാണ് പോയത്. അത് മാത്രമല്ല തൊപ്പി ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവളുടെ അമ്മാവൻ ഒരു പ്രത്യേക തൊപ്പി ധരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹർ അങ്കിൾ, അവളുടെ അമ്മാവൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്? നമ്മൾ ഓപ്ഷൻ നോക്കാം. ജസ്റ്റ് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷനേ ഉള്ളൂ. വാസ് ഉണ്ട്, 2 ഓപ്ഷനല്ല 3 ഓപ്ഷൻ എഴുതാം. വാസ് ഉണ്ട്, ഈസ് ഉണ്ട്, വെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം? നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാമെന്ന്. അപ്പം എങ്ങനെയാ? ഹർ അങ്കിൾ, അവളുടെ അമ്മാവൻ ഒരു പ്രത്യേക തൊപ്പി ധരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്ത് എഴുതാം? അപ്പോൾ ഇവിടെ നമ്മൾ ഈസ് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ നമ്മൾ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും ഇവിടെ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് ഒരു ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പ്രസൻറ്റ് ഫോമിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈസ് പറ്റില്ല. പിന്നെ ഉള്ളത് വാസും വേറും. അപ്പം നമുക്ക് പഠിച്ചിട്ടുണ്ട് ഈ വാസ് ആൻഡ് വെയർ നമുക്ക് ഒരു പാസ്റ്റ് സെൻറ്റൻസിൽ ഒരു കഴിഞ്ഞു പോയൊരു കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിനി കൺഫ്യൂഷൻ ഈ വാസ് യൂസ് ചെയ്യണോ വെയർ യൂസ് ചെയ്യണോ ഏത് യൂസ് ചെയ്യണം നമുക്ക് കൺഫ്യൂഷനായി. അപ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണാം ഹർ അങ്കിൾ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ആണ് ഹർ അങ്കിൾ. അപ്പോൾ ഇവിടെ ഒറ്റ ഒരാളേ ഉള്ളൂ. ഹർ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സൺ ആണ്. അപ്പോൾ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് അല്ല, ഇതൊരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം നമുക്കിവിടെ വേർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യാം. കാര്യം വേർ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക പ്ലൂറൽ സബ്ജക്റ്റിലാണ്. ഈ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ യു, വി, ദേ ഒക്കെ വരുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ വാസ് യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? ഐ, ഹി, ഷീ, ഇറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്ട്സിലൊക്കെ നമുക്ക് വാസ് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കുക, എപ്പോഴും നമ്മൾ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് ഹർ അങ്കിൾ ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പം ഈ ഓരോ ആളിനെ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അത് നമുക്ക് പ്ലൂറൽ എന്ന് വിളിക്കാം. അപ്പം നമുക്കിവിടെ വേറെ യൂസ് ചെയ്യാം ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ വാസ് യൂസ് ചെയ്താണ് എഴുതുന്നത്. അപ്പം ഞാൻ വാസിൻ്റെ അവിടെ ടിക്ക് ചെയ്യാം. ഹർ അങ്കിൾ വാസ്. ഇപ്പം ധരിക്കുക എന്ന് വെച്ചാൽ എന്താ? വിയർ. റബ്ബ് ചെയ്തിട്ട് എഴുതാം. ഹർ അങ്കിൾ വാസ് വിയർ എന്നാണ് ധരിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഈ വിയർ എന്ന് പറയുന്നത് എന്താ? വിയർ എന്ന് പറയുന്നത് വെർബാണ് കേട്ടോ, വെർബ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൽ നമ്മൾ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാമെന്ന്. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് എഴുതിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉത്തരങ്ങൾ മനസ്സിലാവും. സബ്ജക്റ്റ് പ്ലസ് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ എഴുതുന്നത്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING യൂസ് ചെയ്തിട്ട് നമുക്കിത് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി സബ്ജക്റ്റ് പറഞ്ഞു. ഹർ അങ്കിൾ ആണ് സബ്ജക്റ്റ്. ഇവിടെ എഴുതാം സബ്ജക്റ്റ് ഹർ അങ്കിൾ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ യൂസ് ചെയ്യാം, നമ്മൾ പഠിച്ചു. അപ്പം ഇവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്തത്? വെയർ അല്ല യൂസ് ചെയ്തത്, വാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. പിന്നെന്താ? വെർബ് എന്ന് പറയുന്നതാണ് വിയർ. അപ്പോൾ വിയറിൻ്റെ കൂടെ നമ്മൾ ING വെർബ് പ്ലസ് ING എന്ന് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിയറിൻ്റെ കൂടെ ING യൂസ് ചെയ്തപ്പോൾ വിയറിംഗ് ആയി. അപ്പം എന്താ? ഹർ അങ്കിൾ വാസ് വിയറിംഗ് നൈ. ഹർ അങ്കിൾ വാസ് വിയറിംഗ് എന്താണ്? ഒരു പ്രത്യേക തൊപ്പി. അപ്പം നമുക്ക് എഴുതാം എ സ്പെഷ്യൽ ഹാറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഇങ്ങനെ എഴുതിയ ഹർ അങ്കിൾ വാസ് വിയറിംഗ് എ സ്പെഷ്യൽ ഹാറ്റ്. അവളുടെ അമ്മാവൻ ഒരു പ്രത്യേക തൊപ്പി ധരിച്ചിരുന്നു. ഹർ അങ്കിൾ വാസ് വിയറിംഗ് എ സ്പെഷ്യൽ ഹാറ്റ്. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? ഇവിടെ നമ്മൾ ഓപ്ഷനിൽ നമ്മൾ പഠിച്ചു എന്ത് യൂസ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സ്ട്രക്ചർ ഇവിടെ എഴുതിയപ്പം നമുക്ക് മനസ്സിലായി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിലും വാസ് ഓർ വെയർ യൂസ് ചെയ്തിട്ട് എഴുതാം. പക്ഷേ ഇവിടെ നമ്മളെപ്പോഴും സബ്ജക്റ്റ് നോക്കുക, സിംഗുലാർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ അതനുസരിച്ച് നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എല്ലാവരും ആ തൊപ്പിയിലേക്ക് നോക്കി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. എല്ലാവരും, എവ്രി വൺ, ആ തൊപ്പിയിലേക്ക്. തൊപ്പി എന്ന് വെച്ചാൽ എന്താ? ഹാറ്റ്. നോക്കുക എന്ന് പറഞ്ഞാൽ ലുക്ക്. അപ്പോൾ ഇവിടെ നോക്കി എന്നാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഓൾറെഡി എല്ലാവരും നോക്കി കഴിഞ്ഞു. അപ്പം നമുക്ക് ലുക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എല്ലാവരും ആ തൊപ്പിയിലേക്ക് നോക്കി. നമുക്ക് എഴുതാം എവ്രി വൺ എന്ന് വെച്ചാൽ എല്ലാവരും, എവ്രി വൺ. അപ്പം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക്. അപ്പം
ഇവിടെ നോക്കി എന്നാണ്. അപ്പോൾ നമ്മൾ ലുക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. ലുക്കിനെ കൺവേർട്ട് ചെയ്ത് ലുക്ക്ഡ് ആക്കി. എവ്രി വൺ ലുക്ക്. ഇനി എന്താ, എല്ലാവരും ആ തൊപ്പിയിലേക്ക് നോക്കി. അപ്പം എന്താ നമ്മൾ എഴുതാൻ പോണത്? എവ്രി വൺ ലുക്ക് അറ്റ് ദ ഹാറ്റ്. എവ്രി വൺ ലുക്ക്ഡ് അറ്റ് ദ ഹാറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ലുക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, ലുക്ക്ഡ് ആക്കി. ലുക്ക് എന്ന് പറയുന്ന പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്നിട്ട് ഒന്നും കൂടെ പറയാം. എവ്രി വൺ ലുക്ക്ഡ് അറ്റ് ദ ഹാറ്റ്. എല്ലാവരും ആ തൊപ്പിയിലേക്ക് നോക്കി. എവ്രി വൺ ലുക്ക്ഡ് അറ്റ് ദ ഹാറ്റ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആ തൊപ്പി എപ്പോഴും അനങ്ങിക്കൊണ്ടിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? തൊപ്പി ഹാറ്റ്. എപ്പോഴും, ഓൾവേസ്. അനങ്ങുക, മൂവ്. അപ്പോൾ ഇവിടെ അനങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് ഇത് പറയുന്നത്. പക്ഷേ ഈ തൊപ്പി എന്ന് പറയുന്നത് ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു സ്റ്റോറിയിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ തൊപ്പി വെച്ചിട്ടാണ് അങ്കിൾ പോയത്. അപ്പം ആ തൊപ്പി അവിടെ അനങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഓൾറെഡി തൊപ്പി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പക്ഷേ ആ തൊപ്പി കുറേ നേരം അനങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വിളിക്കാം. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം? ആ തൊപ്പി എപ്പോഴും അനങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ദ ഹാറ്റ്. അപ്പോൾ ഇനി നമ്മൾ എന്താ എഴുതുന്നത്? നമുക്ക് ഓപ്ഷൻ എഴുതാം, ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ നമുക്ക് എന്തൊക്കെ എഴുതാം? നമുക്കിവിടെ ഈസ് എഴുതാം, വെയർ, വാസ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് എഴുതി നമുക്ക് നോക്കാം. അപ്പം ഇവിടെ എന്തൊക്കെ ഓപ്ഷൻ എഴുതി? ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വെയർ ഉണ്ട്. ഈസ്, വെയർ, വാസ്. അപ്പം നമ്മൾ ഏതാ എഴുതാൻ പോണേ? ദ ഹാറ്റ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റാണ്, ദ ഹാറ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം എപ്പോഴും നമ്മൾ ഓർക്കുക, ദ ഹാറ്റ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഒറ്റ ഹാറ്റല്ലേ ഉള്ളൂ, ഒരു ഹാറ്റേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ഹാറ്റില്ല, ഒന്നിൽ കൂടുതൽ തൊപ്പികളില്ല. അപ്പം നമ്മളിവിടെ നമുക്ക് പിന്നെ ഒരു കാര്യം മനസ്സിലായി, ഞാനിത് ഓൾറെഡി പറഞ്ഞു, ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം ഈസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രസൻറ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസ് പറ്റില്ല. പിന്നെ ഉള്ളത് വാസ് ആൻഡ് വെയർ ആണ്. അപ്പം നമ്മളിത് ഓൾറെഡി നേരത്തെ ഒരു പോയിന്റ് പഠിച്ചതാണ്. അപ്പം ഇവിടെ വെയർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? കാര്യം ഹാറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. ഒറ്റ ഒരു ഹാറ്റേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ഹാറ്റില്ല. അപ്പം നമുക്കിവിടെ വെയർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതും കട്ട് ചെയ്യാം. അപ്പം നമ്മളിവിടെ എന്താ? വാസ് ആണ് യൂസ് ചെയ്ത് എഴുതാൻ പോണത്. അപ്പം ദ ഹാറ്റ് വാസ്. ദ ഹാറ്റ് വാസ് എപ്പോഴും. എപ്പോഴും എന്നുള്ളതിന് എന്താ എഴുതാൻ? നമ്മൾ ഓൾവേസ്. ദ ഹാറ്റ് വാസ് ഓൾവേസ്. ആ തൊപ്പി എപ്പോഴും അനങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ദ ഹാറ്റ് വാസ് ഓൾവേസ് മൂവിങ്. അപ്പോൾ ഇവിടെ മൂവ് എന്ന് വെച്ചാൽ എന്താ? അനങ്ങുക. അപ്പോൾ ഇവിടെ മൂവിൻ്റെ കൂടെ ING യൂസ് ചെയ്യുന്നു. അപ്പോൾ കാര്യം എന്താ? നമ്മൾ പഠിച്ചായിരുന്നു ഈ മൂവ് വെർബിൻ്റെ കൂടെ നമുക്ക് ING യൂസ് ചെയ്ത് എഴുതാമെന്ന്. നമ്മൾ ഓൾറെഡി ആ ഒരു സ്ട്രക്ചറിൽ പഠിച്ചതാണ്. എന്താ? സബ്ജക്റ്റ് പ്ലസ്, ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയേക്കാൻ വേണമെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഞാൻ നേരത്തെ എഴുതിയതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ്, ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ സബ്ജക്റ്റ് എന്താ എഴുതി? ദ ഹാറ്റ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്കറിയാം വാസ് ഓർ വെയർ യൂസ് ചെയ്യാം. അപ്പോൾ വെയർ നമുക്ക് പറ്റില്ല. കാര്യം എന്താ? ഇതൊരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്, വെയർ പറ്റില്ല. നമ്മൾ വാസ് യൂസ് ചെയ്താണ് എഴുതിയത്. പിന്നെ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വെർബ് എന്ന് പറഞ്ഞാൽ മൂവാണ് ഇവിടുത്തെ വെർബ്. അപ്പം ഈ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തു. മൂവിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തപ്പം മൂവിങ് ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മൂവിങ്, വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തപ്പോഴാണ് നമ്മൾ മൂവിങ് എഴുതിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. ദ ഹാറ്റ് വാസ് ഓൾവേസ് മൂവിങ്. ആ തൊപ്പി എപ്പോഴും അനങ്ങിക്കൊണ്ടിരുന്നു. ദ ഹാറ്റ് വാസ് ഓൾവേസ് മൂവിങ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മളിവിടെ പഠിച്ചു എന്ത് ഓപ്ഷനിൽ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിലേത് സെലക്ട് ചെയ്യണം നമ്മൾ നോക്കി മനസ്സിലാക്കി, ഈ ഒരു സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മൾ എഴുതി. വാസ് വേണോ വെയർ വേണോ, എന്തുകൊണ്ടാണ് സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, തൊപ്പി അനങ്ങുന്നത് കണ്ടിട്ട് മിനി കുറേ ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അനങ്ങുക, മൂവ്. കണ്ടിട്ട്, ഇപ്പോൾ കാണുക എന്ന് വെച്ചാൽ എന്താ? സി. ഇപ്പോൾ ഇവിടെ കണ്ടിട്ട് എന്നാകുമ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് സിയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതാം. കുറേ ചിരിച്ചു. ചിരിക്കുക എന്ന് പറഞ്ഞാൽ ലാഫ്. അപ്പോൾ ഇവിടെ ചിരിച്ചു എന്നായതുകൊണ്ട് നമുക്ക് ലാഫിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? തൊപ്പി അനങ്ങുന്നത് കണ്ടിട്ട് മിനി കുറേ ചിരിച്ചു. അപ്പോൾ നമുക്ക് എഴുതാം മിനി. അപ്പം ചിരിക്കുക എന്ന് പറഞ്ഞാൽ ലാഫാണ്. അപ്പം ഇവിടെ ചിരിച്ചു എന്നായതുകൊണ്ട് ലാഫിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം ലാഫ്ഡായി. അപ്പം ലാഫിൻ്റെ പാസ്റ്റ് ഫോമാണ് ലാഫ്ഡ്.
മിനി ലാഫ്ഡ് കുറേ, അപ്പം കുറേ ചിരിച്ചു എന്നല്ലേ, അപ്പം നമ്മൾ മിനി ലാഫ്ഡ് എ ലോട്ട്, അപ്പം കുറേ എന്നുള്ളതിനാണ് ഇവിടെ ഞാൻ എ ലോട്ട് എന്ന് എഴുതിയത്. മിനി ലാഫ്ഡ് എ ലോട്ട് എപ്പോഴാണ് തൊപ്പി അനങ്ങുന്നത് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എഴുതാം വെൻ ഷീ, അപ്പം കണ്ടിട്ട്, അപ്പോൾ കാണുക എന്ന് പറഞ്ഞാൽ എന്താ, സീ ആണ്. അപ്പോൾ ഇവിടെ കണ്ടിട്ട് എന്നാകുമ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്ത് എഴുതും, എന്ത് യൂസ് ചെയ്ത് എഴുതും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അതിന് മുമ്പായിട്ട് സി എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ഇവിടെ കണ്ടിട്ടെന്നാണ് നമുക്ക് സിയുടെ പാസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് സിയുടെ 3 ഫോംസ് നമുക്ക് ഇവിടെ ജസ്റ്റ് എഴുതാം. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യുക, സിയുടെ 3 ഫോംസ് ഏതൊക്കെയാണ്. സി നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, ഒന്നുകൂടെ നിങ്ങൾ ഓർത്ത് നോക്കുക. ഞാൻ തന്നെ എഴുതാം, സി സാ സി. അപ്പോൾ ഇതാണ് സിയുടെ 3 ഫോംസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതായിരുന്നു എഴുതാൻ പോണത്, ഷീ. അപ്പോൾ സി നമ്മൾ എഴുതില്ല, കാര്യം ഓൾറെഡി കണ്ട് കഴിഞ്ഞ കാര്യമില്ല, കണ്ടിട്ട്. അപ്പോൾ നമ്മൾ സി എഴുതാൻ പറ്റില്ല, സി എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്, എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇനിയുള്ളത് സായും ഉണ്ട് സിയും ഉണ്ട്, സായും സീനും. അപ്പം സായും സീനും, സാ സെക്കൻഡ്, സീൻ തേർഡ് ഫോം. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണത് സെക്കൻഡ് ഫോമായ സായാണ്. അപ്പോൾ സീനുമല്ല സിയുമല്ല, സെക്കൻഡ് ഫോം സായാണ് ഞാനിവിടെ യൂസ് ചെയ്ത് എഴുതുന്നത്. മിനി ലാഫ്ഡ് എ ലോട്ട് വെൻ ഷീ സാ, ഇനി എന്താ എഴുതാൻ പോണത്, വെൻ ഷീ സാ ദ ഹാറ്റ്, തൊപ്പി, ഹാറ്റ് എന്ന് വെച്ചാൽ തൊപ്പി. വെൻ ഷീ സാ ദ ഹാറ്റ് മൂവിങ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, മിനി ലാഫ്ഡ് എ ലോട്ട് വെൻ ഷീ സാ ദ ഹാറ്റ് മൂവിങ്. തൊപ്പി അനങ്ങുന്നത് കണ്ടിട്ട് മിനി കുറേ ചിരിച്ചു. മിനി ലാഫ്ഡ് എ ലോട്ട് വെൻ ഷീ സാ ദ ഹാറ്റ് മൂവിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ പഠിച്ചു ലാഫ് എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലാഫ്ഡ് ആക്കി. അപ്പോൾ അത് പഠിച്ചു. പിന്നെ നമ്മൾ സി എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എന്ന് പഠിച്ചു. പിന്നെ സിയുടെ 3 ഫോംസ് പഠിച്ചു, സി സാ സീൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കുറച്ച് കഴിഞ്ഞ് വിവാഹ സംഗീതം തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. കുറച്ച് കഴിഞ്ഞ്, എ ലിറ്റിൽ ലേറ്റർ. വിവാഹ സംഗീതം നമുക്ക് പറയാം വെഡ്ഡിങ് മ്യൂസിക്. വിവാഹം വെഡ്ഡിങ്, സംഗീതം മ്യൂസിക്. തുടങ്ങുക എന്ന് വെച്ചാൽ എന്താ, സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങി എന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. കുറച്ച് കഴിഞ്ഞ് വിവാഹ സംഗീതം തുടങ്ങി. നമുക്ക് എഴുതാം എ ലിറ്റിൽ ലേറ്റർ. കുറച്ച് കഴിഞ്ഞ്, എ ലിറ്റിൽ ലേറ്റർ ദ വിവാഹ സംഗീതം എന്നുള്ളതിന് വെഡ്ഡിങ് മ്യൂസിക് എന്ന് എഴുതി. വെഡ്ഡിങ് മ്യൂസിക്, വിവാഹ സംഗീതം. അപ്പം കുറച്ച് കഴിഞ്ഞ് എന്നുള്ളതിന് എ ലിറ്റിൽ ലേറ്റർ എന്നും എഴുതി. എ ലിറ്റിൽ ലേറ്റർ ദ വെഡ്ഡിങ് മ്യൂസിക്. അപ്പോൾ തുടങ്ങുക എന്ന് വെച്ചാൽ എന്താ, സ്റ്റാർട്ട്. അപ്പം ഇവിടെ തുടങ്ങി എന്നാണ്ട് സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് എങ്ങനെ നമ്മൾ എഴുതി ഒന്നിച്ച് നമുക്ക് ഒന്നും കൂടെ പറയാം. എ ലിറ്റിൽ ലേറ്റർ ദ വെഡ്ഡിങ് മ്യൂസിക് സ്റ്റാർട്ടഡ്. കുറച്ച് കഴിഞ്ഞ് വിവാഹ സംഗീതം തുടങ്ങി. എ ലിറ്റിൽ ലേറ്റർ ദ വെഡ്ഡിങ് മ്യൂസിക് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചത്, സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്ത് പ്രസൻറ്റ് ഫോമായ സ്റ്റാർട്ടിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് പഠിച്ചു. സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റാർട്ടഡ് ആക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ എ ലിറ്റിൽ ലേറ്റർന്ന് നമുക്ക് എഴുതാമെന്ന് പഠിച്ചു. പിന്നെ വിവാഹ സംഗീതം, വെഡ്ഡിങ് മ്യൂസിക്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ അമ്മാവൻ ആ തൊപ്പി ധരിച്ച് നൃത്തം ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, അമ്മാവൻ, അവളുടെ അമ്മാവൻ, ഹെർ അങ്കിൾ. തൊപ്പി, ഹാറ്റ്, ധരിക്കുക, വിയർ, നൃത്തം, ഡാൻസ്. അപ്പം നൃത്തം ചെയ്യുകയാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ ആണ്. അത് മാത്രമല്ല നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിന് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ അമ്മാവൻ ആ തൊപ്പി ധരിച്ച് നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഹെർ അങ്കിൾ, അവളുടെ അമ്മാവൻ, ഹെർ അങ്കിൾ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനെയാണ് പറയുന്നത്. അത് മാത്രമല്ല ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ എഴുതാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മൾ എന്താ എഴുതാൻ പോണേ, സ്ട്രക്ചർ. കുറച്ച് സൂം കുറച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എന്താ, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. ഞാൻ മെയിൻ പോയിൻ്റാണ് എഴുതിയിരിക്കണേ. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, നമുക്കിതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. സബ്ജക്റ്റ്
ആദ്യം സബ്ജക്റ്റാണ്. അപ്പോൾ ഹെർ അങ്കിളാണ് ഇവിടുത്തെ സബ്ജക്റ്റ് കേട്ടോ. അപ്പം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ ഈസ് വേണോ ആം വേണോ ആർ വേണോ. അപ്പം നമുക്കിവിടെ ആം എഴുതാൻ പറ്റില്ല. കാര്യം ആം എഴുതുന്നത് എപ്പോഴാണ്, ഐയുടെ കൂടെ അല്ലേ നമ്മൾ മിക്കവാറും ആം എഴുതുന്നത്. ആം നമ്മൾ ഐയുടെ കൂടാണ് എഴുതുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ ആം പറ്റില്ല. പിന്നെ ആർ എന്തുകൊണ്ട് ഇവിടെ പറ്റോ ഇല്ലയോ. അപ്പം ഇവിടെ പറ്റില്ല. കാര്യം എന്താ, കാര്യം ഹെർ അങ്കിൾ എന്നതൊരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഒറ്റ ഒരാളേ ഉള്ളൂ, ഹെർ അങ്കിൾ. അപ്പം ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിലാണത് പ്ലൂറൽ സബ്ജക്റ്റ് ആവുന്നത്. അപ്പം ഒരു പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടാണ് നമ്മൾ ആർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആറും പറ്റില്ല. കാര്യം പ്ലൂറൽ സബ്ജക്റ്റ് അല്ല, സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നത്, ഹെർ അങ്കിൾ ഈസ്. ഹെർ അങ്കിൾ ഈസ്. ഇനി എന്താ എഴുതാൻ പോണത്, അപ്പോൾ ഡാൻസ്. അപ്പം ഇവിടെ പറയുന്നുണ്ട് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടുത്തെ വെർബാണ് ഡാൻസ്. അപ്പം ഡാൻസിൻ്റെ കൂടെ വെർബ് പ്ലസ് ING. ഇപ്പം നമ്മൾ ഡാൻസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ചേർക്കും. പക്ഷേ ഡാൻസിങ് ING യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റബ്ബ് ചെയ്തിട്ട് നമ്മളിവിടെ ING എന്നാക്കും. അപ്പോൾ ഡാൻസിങ്. അപ്പോൾ എങ്ങനെയാണ്, ഹെർ അങ്കിൾ ഈസ് ഡാൻസിങ്. ഇനി എന്താ എഴുതാൻ പോണത്, ഹെർ അങ്കിൾ ഈസ് ഡാൻസിങ് വൈൽ വിയറിങ് ദ ഹാറ്റ്. വൈൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, വിയർ. ധരിക്കുക, വിയർ. അപ്പം ഇവിടെ എന്താ നമ്മുടെ ഹെർ അങ്കിൾ ഈസ് ഡാൻസിങ് വൈൽ വിയറിങ് ദാറ്റ് ഹാറ്റ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, ഒന്നിച്ച് പറയാം. ഹെർ അങ്കിൾ ഈസ് ഡാൻസിങ് വൈൽ വിയറിങ് ദാറ്റ് ഹാറ്റ്. അവളുടെ അമ്മാവൻ ആ തൊപ്പി ധരിച്ച് നൃത്തം ചെയ്യുകയാണ്. അവളുടെ അമ്മാവൻ. അപ്പം നമ്മൾ എഴുതി ഹെർ അങ്കിൾ ഈസ് ഡാൻസിങ് വൈൽ വിയറിങ് ദാറ്റ് ഹാറ്റ്. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ പഠിച്ചു ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റിലെ സ്ട്രക്ചർ എന്താ, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. പിന്നെ എന്തൊക്കെയാണ് നമ്മളിതിൽ പഠിച്ചു, ഈസ് വേണോ ആം വേണോ ആർ വേണോ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിതിൽ ഈസ് എഴുതിയത് അത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ആം ആർ എന്തുകൊണ്ട് കട്ട് ചെയ്തു, പിന്നെ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്ത കാര്യമൊക്കെ നമ്മളിത് പഠിച്ചു. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, തൊപ്പി കേക്കിൻ്റെ മുകളിൽ വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. തൊപ്പി ഹാറ്റ്. അപ്പോൾ വീഴുക എന്ന് പറഞ്ഞാൽ എന്താ, ഫോൾ. അപ്പോൾ ഇവിടെ വീണു എന്നാണ്. അപ്പോൾ നമുക്ക് ഫോളിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം, തൊപ്പി കേക്കിൻ്റെ മുകളിൽ വീണു. അപ്പോൾ നമുക്ക് എഴുതാം ദ ഹാറ്റ്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ എന്താ, ഫാൾ എന്നാണ്. അപ്പം നമുക്ക് ഫോൾ എഴുതാൻ പറ്റില്ല, ഒരു പ്രസൻറ്റ് ഫോം ആയിട്ട്. ഇപ്പോൾ വീണു, ഫോളിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫോളിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഫോൾ, ഫെൽ, ഫോളൻ. അപ്പം നമ്മൾ ഫോളിൻ്റെ 3 ഫോംസ് പഠിച്ചു, ഫോൾ, ഫെൽ, ഫോളൻ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാൻ പോണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫോൾ എഴുതാൻ പറ്റില്ല, കാര്യം ഇതൊരു പ്രസൻറ്റ് ഫോമാണ്. ഇവിടെ ഓൾറെഡി വീണ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് ഫോം എഴുതാൻ പറ്റില്ല, വീണ് കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഫെല്ലും ഫോളനുമാണ്. അപ്പോൾ നമ്മൾ എഴുതാൻ പോണത്, അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോണത് സെക്കൻഡ് ഫോമായ ഫെല്ലാണ് എഴുതാൻ പോണത്, ഫോളനും അല്ല ഫോളും അല്ല. അപ്പം ദ ഹാറ്റ് ഫെൽ. അപ്പോൾ എന്താ എഴുതാൻ പോണത്, ദ ഹാറ്റ് ഫെൽ. അപ്പോൾ മുകളിൽ വീണു. അപ്പോൾ മുകളിൽ വീണു എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പം ഇപ്പം നിങ്ങൾ ഇതൊരു ഡൗട്ട് കാണും. ഞാനിവിടെ എഴുതാൻ പോണത് ഓൺ ടു ദ കേക്ക് എന്നാണ്, ഓൺ ടു ദ കേക്ക്. അപ്പം നിങ്ങൾ വരിക എന്തുകൊണ്ട് ഓൺ ടു ദ കേക്ക് എന്ന് എഴുതി ഇൻ ടു ദ കേക്ക് എന്ന് എഴുതുന്നില്ല, അതല്ലേ നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇൻ ടു ആകുമ്പോഴത്തേക്കും നമ്മുടെ മീനിങ് മാറും. ഇൻ ടു ദ കേക്ക് എന്നാകുമ്പം കേക്കിനുള്ളിലേക്ക് വീണു എന്നാവും. അപ്പോൾ അത് കേക്കിൻ്റെ മുകളിൽ വീണു എന്നുള്ളതിനാണ് ഞാനിവിടെ ഓൺ ടു ദ കേക്ക് എന്ന് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ മിക്കവാറും അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഓൺ ടു ദ. പക്ഷേ ഇതൊരു നല്ലൊരു വേർഡാണ്. ഈ ഒരു വേർഡ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ നല്ലതാണ്. അപ്പം ഓർക്കുക, ഇൻ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ മീനിങ് മാറി കേക്കിൻ്റെ ഉള്ളിലേക്ക് വീണു എന്നാവും. അപ്പം ഓൺ ടു ദ കേക്ക് എന്നാണ് നമ്മളിവിടെ എഴുതിയത്. തൊപ്പി കേക്കിൻ്റെ മുകളിൽ വീണു, ദ ഹാറ്റ് ഫെൽ ഓൺ ടു ദ കേക്ക്. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ പല രീതികളിലും എഴുതാം, പക്ഷേ എനിക്കിവിടെ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തോന്നി ഈ ഒരു സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, തൊപ്പി കേക്കിൻ്റെ മുകളിൽ വീണു, ദ ഹാറ്റ് ഫെൽ ഓൺ ടു ദ കേക്ക്. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ പഠിച്ചു എന്താ, ഇവിടെ ഫെൽ എന്നൊരു ഈ ഫെൽ എന്ന് വെച്ചാൽ വീണു. അപ്പോൾ ഫാളിൻ്റെ 3 ഫോംസ് പഠിച്ചു, ഫാൾ, ഫെൽ, ഫോളൻ. അപ്പോൾ 3 ഫോംസ് പഠിച്ചു. ഇവിടെ നമ്മൾ എഴുതിയ സെക്കൻഡ് ഫോമായ ഫെല്ലാണ് എഴുതിയത്. അപ്പോൾ ഒന്നിച്ചൊന്നും കൂടെ പറയാം, തൊപ്പി കേക്കിൻ്റെ മുകളിൽ വീണു, ദ ഹാറ്റ് ഫെൽ ഓൺ ടു ദ കേക്ക്, ദ ഹാറ്റ് ഫെൽ ഓൺ ടു ദ കേക്ക്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഒരു നിമിഷത്തേക്ക് എല്ലാവരും നിശബ്ദരായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഒരു നിമിഷം. അപ്പോൾ നമുക്ക് എഴുതാം എ മൊമെൻറ്റ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എവ്രി വൺ. നിശബ്ദരായി, നിശബ്ദം എന്ന് വെച്ചാൽ എന്താ, സൈലൻറ്റ്.
അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒരു നിമിഷത്തേക്ക് എല്ലാവരും നിശബ്ദരായി. അപ്പം നമുക്ക് എഴുതാം എവ്രി വൺ. എവ്രി വൺ എന്ന് വെച്ചാൽ എല്ലാവരും, എവ്രി വൺ. അപ്പം ഇവിടെ എങ്ങനെ പറയണേ? നിശബ്ദരായി. അപ്പം ഇത് ഓൾറെഡി കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഒരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം നമുക്ക് എഴുതാൻ പോകുന്നത് എവ്രി വൺ ബിക്കം എന്ന ഒരു പ്രസൻറ്റ് ഫോമിന് ഇവിടെ ഞാൻ ജസ്റ്റ് അതിന് മുമ്പായിട്ട് എഴുതാം ബിക്കമിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് ബിക്കെയിം ആക്കിയിട്ടാണ് ഇവിടെ എഴുതാൻ പോണത്. ബിക്കം എന്ന് പറഞ്ഞ ഒരു പ്രസൻറ്റ് ഫോം, അതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് ബിക്കെയിം. അപ്പം നിങ്ങൾക്ക് കാണാം. അപ്പം എവ്രി വൺ ബിക്കെയിം സൈലൻറ്റ്. എവ്രി വൺ ബിക്കെയിം സൈലൻറ്റ്. സൈലൻ്റ് എന്ന് വെച്ചാൽ നിശബ്ദരായി എന്നല്ലേ. അപ്പം എവ്രി വൺ ബിക്കെയിം സൈലൻറ്റ് ഫോർ ഒരു നിമിഷത്തേക്ക് എന്നുള്ളതിന് ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക് എ മൊമെൻറ്റ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? എവ്രി വൺ ബിക്കെയിം സൈലൻറ്റ് ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക് എല്ലാവരും നിശബ്ദരായി. അപ്പോൾ ഇവിടെ നമ്മൾ ബിക്കം എന്ന പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി ബിക്കെയിം. എവ്രി വൺ ബിക്കെയിം സൈലൻറ്റ് ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക് എല്ലാവരും നിശബ്ദരായി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വധുവും വരനും ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വധു ബ്രൈഡ്, വരൻ ഗ്രൂം, ചിരിക്കുക ലാഫ്. അപ്പോൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ തുടങ്ങി എന്നായിട്ട് നമ്മൾ സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വധുവും വരനും ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എഴുതാം ദ ബ്രൈഡ് എന്ന് വെച്ചാൽ വധു, ദ ബ്രൈഡ് ആൻഡ് ദ ഗ്രൂം എന്ന് പറഞ്ഞാൽ എന്താ? വരൻ. ദ ബ്രൈഡ് ആൻഡ് ദ ഗ്രൂം. അപ്പം തുടങ്ങുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്. അപ്പം ഇവിടെ തുടങ്ങി എന്നാണ്ട് ഓൾറെഡി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ തുടങ്ങി എന്നാണ്ട് നമ്മൾ സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാൻ പോവുകയാണ്. സ്റ്റാർട്ടഡ്. ഇത് ആറാണ് കേട്ടോ, സ്റ്റാർട്ടഡ്. അപ്പം ആറാണ്, ഇത് കൺഫ്യൂസ് ആവുന്നവർക്ക് പറഞ്ഞാൽ ആറാണ്. അപ്പം സ്റ്റാർട്ടഡ് എന്നാക്കി, സ്റ്റാർട്ട് എന്ന പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റാർട്ടഡ് എന്നാക്കി. പിന്നെ എന്താ നമ്മൾ എഴുതാൻ പോകുന്നത്? സ്റ്റാർട്ടഡ് ലാഫിങ്. ലാഫ് എന്ന് വെച്ചാൽ ചിരിക്കുക, ലാഫിങ്. അപ്പോൾ എന്താ നമ്മൾ എഴുതി? ഒന്നും കൂടെ പറയാം. ദ ബ്രൈഡ് ആൻഡ് ദ ഗ്രൂം സ്റ്റാർട്ടഡ് ലാഫിങ്. വധുവും വരനും ചിരിക്കാൻ തുടങ്ങി. ദ ബ്രൈഡ് ആൻഡ് ദ ഗ്രൂം സ്റ്റാർട്ടഡ് ലാഫിങ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ കേക്കിൻ്റെ മുകളിൽ നിന്ന് തൊപ്പിയെടുത്ത് മാറ്റി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. He took the hat. He took the hat off the cake. രണ്ട് എഫ് ഉണ്ട് കേട്ടോ, ഓഫ് ദ കേക്ക്. He took the hat off the cake. അപ്പം ഇവിടെ ഓഫ് ദ കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കേക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റി എന്നാണ് മീനിങ്. ഓഫ് ദ കേക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റി. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയും എഴുതാം, ഹി റിമൂവ് ദ ഹാറ്റ് ഫ്രം ദ കേക്ക്, അങ്ങനെയും എഴുതാം. പക്ഷേ അതിലും ഒരു സിമ്പിളായിട്ടുള്ളത് ഒരു സെൻറ്റൻസാണ് ഇത്, ഹി ടുക്ക് ദ ഹാറ്റ് ഓഫ് ദ കേക്ക്. അപ്പം നമ്മൾ എങ്ങനെ എഴുതി? അവൻ കേക്കിൻ്റെ മുകളിൽ നിന്ന് തൊപ്പിയെടുത്ത് മാറ്റി. ഹി ടുക്ക് ദ ഹാറ്റ് ഓഫ് ദ കേക്ക്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് ഹി റിമൂവ് ദ ഹാറ്റ് ഫ്രം ദ കേക്ക് എന്നും എഴുതാം. അപ്പം നമുക്ക് ഈ ഒരു പോയിന്റ് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. അതൊരു രസകരമായ സംഭവമായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. രസകരമായ, ഫണ്ണി, സംഭവം, ഇൻസിഡൻറ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അതൊരു രസകരമായ സംഭവമായിരുന്നു. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞുപോയ കാര്യമാണ് പറയണത്. നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് എഴുതാം, നോക്കാം, നമ്മൾ ഗസ് ചെയ്ത് നോക്കാം എന്തായിരിക്കും എന്ന്. അപ്പോൾ ഇവിടെ വാസ് ഉണ്ട് ഓപ്ഷനിൽ, വാസ്, ഈസ്, വെയർ. അപ്പം നമ്മളിവിടെ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതൊരു രസകരമായ സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഇവിടെ നമ്മൾ വേർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ഇറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് അല്ല, സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേർ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് ഈസും പറ്റില്ല. അപ്പം നമുക്കിവിടെ വാസ് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇറ്റ് വാസ് അതൊരു രസകരമായ സംഭവമായിരുന്നു. അപ്പം നമുക്ക് എഴുതാം ഇറ്റ് വാസ് എ. അപ്പോൾ ഇവിടെ ഒരു രസകരമായി, ഒരു എന്നുള്ളതാണ് ഞാനിവിടെ എ യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ രസകരമായ. അപ്പോൾ എങ്ങനെ എഴുതണേ? ഫണ്ണി. ഇറ്റ് വാസ് എ ഫണ്ണി സംഭവത്തിന് നമ്മൾ എഴുതുക ഇൻസിഡൻ്റ് എന്നാണ്. അപ്പം ഇറ്റ് വാസ് എ ഫണ്ണി
ഇൻസിഡൻറ്റ്, ഇറ്റ് വാസ് എ ഫണ്ണി ഇൻസിഡൻറ്റ്, അതൊരു രസകരമായ സംഭവമായിരുന്നു. ഇറ്റ് വാസ് എ ഫണ്ണി ഇൻസിഡൻറ്റ്. അപ്പം നമ്മളിവിടെ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചു ഇങ്ങനെ ഓപ്ഷനിൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്. സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ വാസ് യൂസ് ചെയ്യണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേറെ യൂസ് ചെയ്യണം എന്ന് പഠിച്ചു. അപ്പം ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.